Hello everyone. കാനഡയുടെ ഒരു സീരീസിന് ശേഷം നമ്മൾ ഈ നെക്സ്റ്റ് മോസ്റ്റ് അവെയ്റ്റഡ് അല്ലെങ്കിൽ എല്ലാവരും കാര്യമായിട്ട് ആപ്ലിക്കേഷൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നതും ഭയങ്കരമായിട്ട് ഫ്യൂച്ചർ ബിൽഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന നെക്സ്റ്റ് കൺട്രിയാണ് അയർലൻഡ്. അപ്പോൾ അയർലൻഡിൻ്റെ ഇപ്പോൾ ഭയങ്കര സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എംബസിയിൽ നിന്ന് വരുന്ന കോൾ എന്ന് പറയുന്നത്. വൈ എ സ്റ്റുഡൻറ്റ് ഇസ് ബീങ് കോൾഡ്. എന്തുകൊണ്ടാണ് കുറച്ച് ആപ്ലിക്കൻസിന് മാത്രം കോൾ വരുന്നത്, മെജോറിറ്റി ആപ്ലിക്കൻസിന് വരാതെ കോൾ വരുന്നത്? ചില ആളുകളുടെ ആ കോളിന് ശേഷം റെഫ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ റെഫ്യൂസ് ആവാൻ സാധ്യത ഫയലുകൾക്കാണോ കോൾ പോകുന്നത്? ഇത്തരത്തിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡൗട്ടുകൾ ഇനിയും എന്തുകൊണ്ടാണ് കോൾ വരുന്നത്, എങ്ങനെയാണ് ആ കോളിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, ആ കോളിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ ത്രൂ ഔട്ടുള്ളത്. സ്കിപ്പ് ചെയ്യാതെ കാണുക, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ കോണ്ടന്റ്സ് വിൽ ബി കവേർഡ് ഇൻ ബിറ്റ്വീൻ. ആൻഡ് ബൈ ദ വേ, ചോദിക്കാൻ വിട്ടുപോയി, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ കാര്യം എംബസി കോൾ. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂ മാത്രമല്ല, ഫോൺ ബൈ ഫോൺ ഇൻ്റർവ്യൂ ആണെങ്കിലും നേരിട്ടുള്ള ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂ ആണെങ്കിലും പൊതുവിൽ നമുക്ക് നല്ല ടെൻഷനാണ്. എസ്പെഷ്യലി ഒരു ഇൻ്റർനാഷണൽ കൺട്രിയിൽ നിന്ന് വേറൊരു സ്ലാങ്ങിലുള്ള ഇംഗ്ലീഷിൽ ഒരാൾ വിളിച്ചിട്ട് നമുക്ക് എത്ര അറിയുന്ന ടെൽ മീ ആൻ ഇൻട്രൊഡക്ഷൻ ഓൺ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു പാനിക് ഉണ്ട്. ഈ ഒരു പാനിക്കാണ് എംബസി കോളിലും മിക്ക സ്റ്റുഡൻസിനും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ആദ്യം ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നൊരു കാര്യം പറയുന്നത്, ഈ കോൾ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം. അത് ഭയങ്കര ട്രിക്കി ആയിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ അതൊരു ലൈക്ക് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ആ കോൾ ഇല്ലാതെ നമുക്ക് വിസ കിട്ടിയിരുന്നെങ്കിലോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം, ആ കോൾ ഒഴിവാക്കാൻ ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്യേണ്ടു. നമ്മൾ വെക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സിനും നല്ല ക്വാളിറ്റി ഉണ്ടാവണം. ഫണ്ട് തുടങ്ങി SOP, കവർ ലെറ്റർ അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും അത്യാവശ്യത്തിൽ കൂടുതൽ ഒരു ക്വാളിറ്റി വേണം. കാരണം ഐറിഷ് വിസ ഓഫീസേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്, അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അയർലൻഡിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്, അയർലൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്നതും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ആ ഒരു സാധനം അവരെന്തായാലും നമ്മുടെ ഫയലിലും എക്സ്പെക്റ്റ് ചെയ്യും. ഇവിടെ എൻ്റെ പേഴ്സണലി ഞാൻ SOPയും കവർ ലെറ്ററും ചെയ്തു കൊടുത്തിട്ടുള്ള 2 പിള്ളേർ ഇപ്പം അടുത്ത് അവർക്ക് കോളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോഫാർ എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് ഈ SOP എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളവിടെ പഠിക്കാൻ പോകുന്ന പേർപ്പസ് സ്റ്റേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഭവമാണ് കവർ ലെറ്റർ എന്ന് പറയുന്നത്. കാരണം കാലങ്ങളായിട്ട് കവർ ലെറ്ററിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഇടയായിട്ട് റെഫ്യൂസിൽ വന്നിട്ടുള്ള കുറച്ച് കുട്ടികളുടെ കവർ ലെറ്റർ കണ്ടിരുന്നു. നിങ്ങളുടെ ഫണ്ടുകൾ ഫുൾ ഇങ്ങനെ ടേബിൾ വൈസ് എഴുതി വെച്ചിരിക്കുക. അത് ആക്ച്വലി ഫിനാൻസ് കവർ ലെറ്റർ എന്ന് പറഞ്ഞ് 2021 മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രാക്ടീസാണ്. ആ പ്രാക്ടീസ് എന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അയർലൻഡിൻ്റെ സ്റ്റുഡൻറ്റ് വിസയുടെ കവർ ലെറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ അപ്ഡേറ്റഡ് ഫോമിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ കവർ ലെറ്ററും SOPയും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ കോളുകൾ വരുന്നില്ല. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ്. ഞാൻ അയർലൻഡിൽ എനിക്ക് എത്രത്തോളം പിള്ളേരായിട്ട് കോൺടാക്റ്റ് ഉണ്ടോ ആ പിള്ളേരിൽ ഒരുവിധം ഒരു 90% തന്നെ പറയാം അവർക്ക് കോൾസ് വന്നിട്ടില്ല. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ്. കാരണം ഞാൻ ഡെയിലി ഇപ്പം അടുത്ത് തന്നെ എനിക്കുണ്ടായിരുന്നു, ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് എനിക്ക് ആ കുട്ടികളുടെ പേര് പറയണേൽ, ആൽബി ആൻഡ് അനീന എന്ന് പറഞ്ഞിട്ട്. അവരെന്തായാലും വീഡിയോ കാണും. ഈ ആൽബിയും അനീനയും ഐ ബിലീവ് ലൈക്ക് ബിസിനസ് അനലിറ്റിക്സ് ഡബ്ലിൻ ബിസിനസ് സ്കൂളാണ് അവരുടെ. ഡബ്ലിൻ ബിസിനസ് സ്കൂളിന് ഭയങ്കരമായിട്ടുള്ള റെഫ്യൂസൽസ് ഉണ്ട്, കോളുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് എന്നുള്ളൊരു സംഭവമുണ്ട്. ആൽബിയും അനീനയും വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാരെ അല്ല. അവർ ഡിഗ്രി കഴിഞ്ഞു, ഒരാൾ BA എക്കണോമിക്സും ഒരാൾ BCom, ഐ ബിലീവ് ലൈക്ക് ഇറ്റ്സ് BCom. അവർ 2 പേരും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബിസിനസ് അനലിറ്റിക്സ് പോയ ആൾക്കാരാണ്. ഇവരുടെ SOPയും കവർ ലെറ്ററും ദേ എൻറ്റയർലി ബിലീവ്ഡ് ഇൻ മീ. ആൻഡ് എന്തുകൊണ്ട് ആ പ്രോഗ്രാം എടുക്കുന്നത് തുടങ്ങി വൈ നോട്ട് ഇന്ത്യ അടക്കമുള്ള തിരിച്ചു വരുന്നുള്ള പ്ലാനുകൾ അതേ നിലവാരത്തിൽ തന്നെ ഒരു കവർ ലെറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ 2 കുട്ടികൾക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, കോൾ വന്നിട്ടില്ല, അവർക്ക് വിസയും വന്നു. ഡിലേ പിന്നെ ഇപ്പോൾ അയർലൻഡിൻ്റെ കേസിൽ ഒരു 2.5 മാസത്തിൻ്റെ വെയിറ്റിംഗ് പീരീഡ് എന്തായാലും ഉണ്ട്. ബട്ട് ദേ ഗോട്ട് വിസ വിച്ച് ഇസ് ആക്ച്വലി എ ഗ്രേറ്റ് ഹാപ്പിനെസ്. കാരണം ഫസ്റ്റ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എന്തുകൊണ്ട് അയർലൻഡിലേക്ക് പോകുന്നു, എന്തുകൊണ്ട് ഇന്ത്യ ഓപ്റ്റ് ചെയ്യാണ്ട് ഈ പ്രോഗ്രാമിന് പോകുന്നു, ആ പ്രോഗ്രാം അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മുടെ ലൈഫിൽ എടുക്കേണ്ട ആവശ്യം എന്താണ്, തിരിച്ചു വന്നാൽ നമ്മുടെ കരിയർ പ്ലാൻ എന്താണ്, ഫാമിലിയിൽ എന്തൊക്കെ ബോണ്ടുകളുണ്ട് തിരിച്ചു വരാൻ, നമ്മൾ ഫണ്ട് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ എക്സ്പെൻസും ട്യൂഷൻ ഫീസും ഒക്കെ മീറ്റ് ചെയ്യാനുള്ളൊരു ഫിനാൻസ് കവറേജ് ഉണ്ടാവുമല്ലോ, അതെങ്ങനെ നമ്മൾ കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ പ്രോപ്പറായി SOPയിലും കവർ ലെറ്ററിലും മെൻഷൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ അവർ കയറി പോയിട്ടുണ്ട്. എന്നിട്ടും ആ കേസസിൽ കോൾ വന്നിട്ടുള്ളവർ വർക്ക് എക്സ്പീരിയൻസ് ലെറ്ററിൻ്റെ കേസിൽ ഒരു ഫ്രോഡലൻസ് ഫീൽ ചെയ്തിട്ടുള്ളവർ മാത്രമാണ്. അപ്പോൾ ഈ കാര്യം ഞാൻ
റിപ്പീറ്റഡ്ലി ടെല്ലിങ് യു ബിക്കോസ് ഇറ്റ് ഇസ് മൈ എക്സ്പീരിയൻസ് SOP ആൻഡ് കവർ ലെറ്റർ പ്ലേസ് എ മേജർ റോൾ. അതിൻ്റെ ക്വാളിറ്റി ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നല്ല നിലവാരമുള്ള SOP കവർ ലെറ്ററും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിസ ഓഫീസേഴ്സിന് അത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റിഫൈഡ് ആണ് എന്തിനീ കുട്ടികൾ, കാരണം അവരുടെ സമയം എടുത്ത് നമ്മളെ വിളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കേട്ടിട്ടുള്ള ഒരുപാട് കേസസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ അടുത്ത് 24 അടക്കം ബാക്ക്ലോഗ്സ് ഉള്ള ഒരാൾക്ക് കോള് വന്ന സമയത്ത് പുള്ളി എന്താണോ, പുള്ളിയുടെ SOP ഞാനാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ SOPയിലുള്ളത് പുള്ളി അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ സംഭവം പഠിച്ചു വെച്ചത് അവർ ചോദിക്കുന്ന സമയത്ത് പുള്ളി അതുപോലെ പറയുകയും ചെയ്തു. പക്ഷേ ഒരു കോള് വന്നതുകൊണ്ട് 90% റെഫ്യൂസലിനാണ് ചാൻസ് എന്ന് പറഞ്ഞ് പേടിച്ചിരുന്ന ആൾക്ക് വിസ കിട്ടി. അത് ഡബ്ലിൻ ബിസിനസ് സ്കൂളും കൂടിയായിരുന്നു. അപ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മിനിമം ലോജിക്, ദ ബെയർ മിനിമം ലോജിക് എന്താ വെച്ചാൽ, ക്വാളിറ്റി ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ് കാണുന്ന സമയത്താണ് ഒരു കോള് വരിക. ആ കോൾ അവരൊരു വിസ പ്രെഡിക്റ്റിംഗ് ഫാക്ടർ പോലെയാണ് ഐറിഷ് വിസ ഓഫീസേഴ്സ് കാണുന്നത്. അപ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടോ, നമ്മൾ എത്രത്തോളം പറയുന്ന കാര്യങ്ങളിൽ സ്റ്റേൺ ആൻഡ് സ്റ്റബേൺ ആണ്, നമ്മൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ മുകളിലായിരിക്കും നിങ്ങൾക്ക് വിസ കിട്ടുന്നുണ്ടാവുക. അതായത് ഒരാളുടെ പ്രൊഫൈൽ നോക്കി അവരുടെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെ ക്വാളിറ്റി കുറവെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി മേക്ക് എ കോൾ. 2022 വരെ 22-ന് ശേഷമാണ് ഈ ഒരു പ്രാക്ടീസ് ഭയങ്കര ആക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത്. കാരണം അതുവരെ ഈ കോൾസ് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. നമ്മൾ എന്താണോ വെക്കുന്നത്, ലൈക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ SOPയിൽ നമ്മുടെ പർപ്പസും നോക്കി വിസ കൊടുക്കുക എന്നുള്ളൊരു ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2022-ന് ശേഷം മേ ബി ബിക്കോസ് ഓഫ് ദ ബൾക്ക് ഓഫ് ആപ്ലിക്കൻസ്, ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും ആ കൺട്രി റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് കൊണ്ടും ആയിരിക്കും അവർ ക്വാളിറ്റിയുള്ള ഫയൽസ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കോൾ വരുന്ന സമയത്ത് മാക്സിമം എന്തായാലും ആക്സെൻ്റ് വ്യത്യാസം ഉണ്ടാവും. ഇംഗ്ലീഷ് അവർ സംസാരിക്കുന്ന രീതി ചെറിയ രീതിക്കൊരു വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഭയങ്കര ഹമ്പിളായി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് കോൾ വന്നു, അപ്പോൾ ഹലോ എന്ന് ഞാൻ പറയുന്ന സമയത്ത് അവിടെ നിന്ന് ഹലോ, ഞാനിങ്ങനെ എംബസിയിൽ നിന്ന് വിളിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കോളിന് വേണ്ടി വിളിക്കുകയാണെന്ന് പറയുന്ന സമയത്ത് വളരെ പ്ലീസിങ് ആയിട്ട്, ആ പാനിക് ഇല്ലാതെ വളരെ പ്ലീസിങ് ആയിട്ട് യെസ്, അപ്പോൾ അവർ ചോദിക്കും, ഡെഫിനറ്റ്ലി ചോദിക്കും നമുക്ക് ഈ കോളായിട്ട് പ്രൊസീഡ് ചെയ്യാലോ അല്ലേ എന്നുള്ളത്. അപ്പോൾ പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി പറയുക പ്രൊസീഡ് ചെയ്യാം, നമുക്ക് എന്താ പറയുക, ഐ എം വെരി ഹാപ്പി ടു ഹാവ് യു ഓൺ ദ അതർ എൻഡ്, യു ക്യാൻ ആസ്ക് മീ ക്വസ്റ്റ്യൻസ് സർ, ഐ എം ഓൾ കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ അവർക്കും കൂടെ പ്ലീസിങ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ആൻഡ് ഇവിടെയും എനിക്ക് പറയാനുള്ളത്, അവരെന്തായാലും ചോദിക്കുന്ന, കോമൺലി ഞാൻ കോള് വന്ന ആൾക്കാരുടെ നിന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ, എന്തുകൊണ്ട് അയർലൻഡ് എടുത്തു, എന്തുകൊണ്ട് ഈ കോഴ്സ് എടുത്തു, ഇത് ഇന്ത്യയിൽ എടുക്കാമായിരുന്നില്ലേ, തിരിച്ചു വന്ന് എന്താണ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ആളാണെങ്കിൽ ആ ഫേമിൽ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നത്, ഇതെല്ലാം ഒരുവിധം SOPയിൽ കവേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ കോൺഫിഡൻ്റ് ആയി അത് പഠിച്ച് നല്ല രീതിക്ക് മനസ്സിലാക്കി എന്തൊക്കെ മൊഡ്യൂൾസ് പഠിക്കാനുണ്ട്, ഏതൊക്കെ മൊഡ്യൂൾസാണ് നിങ്ങളുടെ മേജർ അട്രാക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യനും കൂടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതിപ്പോൾ റീസെൻ്റ്ലി ഭയങ്കര റാപ്പിഡായിട്ട് കാണുന്നതാണ്. കാരണം റെഫ്യൂസൽ നോട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികളുടെ ഈ മൊഡ്യൂൾസ് കൃത്യമായിട്ട് അവർക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതും കൂടെ നല്ല രീതിക്ക് പഠിക്കുക, അതായത് എന്തൊക്കെ മൊഡ്യൂൾസാണ് പഠിക്കാനുള്ളത് എന്നുള്ളതും കൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് അവർ ബേസിക്കലി ചോദിക്കുക. അപ്പോൾ ഇതിന് നമ്മൾ കോൺഫിഡൻസോട് കൂടെ നല്ല സൗണ്ടിൽ, ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ടിലല്ല, അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള സൗണ്ടിൽ തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂ കൂളായിട്ട് വൈൻഡപ്പ് ചെയ്യും. നിങ്ങളെ കോൾ വിളിച്ചു എന്ന് വെച്ച് 90% അത് റെഫ്യൂസൽ ആവും എന്നുള്ള ഒരു സംഭവവും ഇല്ല. അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് ശേഷം അവർക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ദേ വിൽ വൈൻഡ് അപ്പ് ദ കോൾ ആൻഡ് ഗിവ് യു വിസ അപ്രൂവൽ. അത് ഷുവറാണ്. ചില കേസസിലാണ് അവർക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, കുട്ടിക്ക് വിളിച്ചിട്ട് പോലും ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആണെന്ന് തോന്നുന്ന കേസസിലാണ് അവർക്കത് ഈ പറയുന്ന പോലെ തന്നെ റെഫ്യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരിക. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾ നല്ല ബഹളത്തിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബഹളത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റൽ ലൈനിൽ നിൽക്കുകയാണ്, അപ്പോഴാണ് നിങ്ങൾക്ക് കോൾ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, അതായത് സെക്കൻഡ് വേറെ ഞങ്ങൾ കുറച്ചൊരു റഷിലായിരുന്നു, എനിക്ക് കുറച്ച് വേറൊരു സമയത്തേക്ക് ഈ കോൾ സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ ഞാനത് ഭയങ്കരമായിട്ട് സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ നിങ്ങൾക്കൊരു കോൾ ഉണ്ടായിക്കൊള്ളണം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള വിസ ഓഫീസേഴ്സാണ്.
രണ്ടാമത് നിങ്ങൾക്കൊരു എഫേർട്ട് എടുത്തിട്ട് അവർ കോൾ ചെയ്തോളണമെന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഫ്യൂച്ചറാണ്. നമ്മളൊരു ഹോസ്പിറ്റൽ ലൈനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇപ്പുറത്തോട്ട് മാറി നിന്ന് ആ കോള് മാനേജ് ചെയ്ത് അത് സംസാരിച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് തിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ന് വിസ വെച്ചതിന് ശേഷം തൊട്ട് തന്നെ നമ്മൾ അത് അലേർട്ടായിട്ടിരിക്കുക. ആ ഒരു കോളിനോട് നല്ല രീതിക്ക് അലേർട്ടായിട്ടിരിക്കുക. ഫോൺ ചാർജ് ചെയ്ത് കീപ്പ് ചെയ്യുക. ഫോണ് ഏത് കോള് കണ്ടാലും ഒരു ഐറിഷ് നമ്പറുകളെ ഏകദേശം നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ഇതേപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയർ, വർക്ക് എക്സ്പീരിയൻസ് ലെറ്റേഴ്സൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരോടും കൂടെ പറയുക കോള് വരാൻ സാധ്യതയുണ്ട്, എടുക്കണം, റെസ്പോണ്ട് ചെയ്യണം. പിന്നെ അവർക്ക് ചിലപ്പോൾ മേ ബി ഇത് പുതിയതായിരിക്കും, നമ്മുടെ ജോലി സ്ഥാപനത്തിലുള്ള ആൾക്കാർക്കൊക്കെ. കാരണം എല്ലാവരും ഡെയിലി ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരൊന്നുമല്ല. നിങ്ങൾ ആരുടെ നമ്പറാണോ കൊടുത്തത് അവർക്ക് അങ്ങോട്ട് അവരെ ഹെൽപ്പ് ഔട്ട് ചെയ്യുക. ഒരു അയർലൻഡിൽ നിന്ന് കോള് വന്നാൽ എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യത, എന്തൊക്കെയാണ് നിങ്ങളുടെ ഏജൻറ്റിന്, അത് കൺസൾട്ടൻറ്റിന് എന്തായാലും അതിനെക്കുറിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ ഐഡിയ ഉണ്ടാവും, അല്ലാത്തവർക്ക് ഐഡിയ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഒരു എംപ്ലോയറിന് എക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലാക്കി അവരെയും കൂടെ ഒന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ഭയങ്കര ഫൈനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക അയർലൻഡിൻ്റെ കേസിൽ. കാരണം ചില കോഴ്സസിനൊക്കെ ദ ബെസ്റ്റ് കൺട്രിയാണ്. സൈക്കോളജി, ഫാർമസി റിലേറ്റഡ് സംഭവങ്ങൾ, IT റിലേറ്റഡ് കാര്യങ്ങൾ, ബിസിനസ്സിൻ്റെ കേസാണെന്ന് ബിസിനസ് അനലിറ്റിക്സ് പോലെയൊക്കെ അടിപൊളിയാണ്, പഠിക്കാനും നൈസാണ്. പക്ഷേ ഓൺലി തിങ് ഈസ് ലൈക്ക് നമ്മൾ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഈ എംബസി കോൾ വരാതിരിക്കാൻ ചെയ്യേണ്ടത് ഡോക്യുമെൻറ്റ്സ് പക്കയായിരിക്കണം, വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് നമ്മുടെ പ്രസൻറ്റേഷൻ പക്കയായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അയർലൻഡിൻ്റെ വിസ ഇൻ്റർവ്യൂവിൻ്റെ കേസിൽ ശ്രദ്ധിക്കാനുള്ളത്. ആൻഡ് സ്റ്റാർട്ട് പ്രാക്ടീസിങ്, ഒരു മിറർ പ്രാക്ടീസ് നടത്തുക. ലൈക്ക് നമ്മൾ ഇംഗ്ലീഷിൽ അത്ര കോൺഫിഡൻ്റ് ആവണമെന്നില്ല. പോസിബിൾ ക്വസ്റ്റ്യൻസ് ഒരാളെ അപ്പുറത്തിരുത്തിയും കൊണ്ട് തന്നെ നമ്മളൊരു ഇൻ്റർവ്യൂ മോഡിൽ, ടെലിഫോൺ ഇൻ്റർവ്യൂ മോഡിൽ കോൾ എ ഫ്രണ്ട് ഓഫ് യുവേഴ്സ് ആൻഡ് സിംപ്ലി ടേക്ക് മോക്ക് ഇൻ്റർവ്യൂസ്. നമ്മളെങ്ങനെ ശീലിക്കുക, ഐറിഷ് ആക്സെൻറ്റ് കൂടെ വെച്ചിട്ട് ശീലിക്കുക. കാരണം നമുക്ക് പെട്ടെന്ന് വേറൊരു ആക്സെൻറ്റിൽ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫെമിലറൈസ് ചെയ്യുക. ഇങ്ങനെ അയർലൻഡിൽ നിന്ന് കോൾ വരും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. നെറ്റ്വർക്ക് കവറേജ് ഏരിയയിൽ ഫോൺ വെക്കുക. അതുപോലെ തന്നെ വീഡിയോ കോളിനുള്ള സാധ്യത തീരെയില്ല, ഓഡിയോ കോൾ ആയിരിക്കും. മാക്സിമം ടു മാക്സിമം ഓഡിയോ കോൾ ആയിരിക്കും. അല്ലാത്തൊരു കേസ് ഞാൻ കണ്ടിട്ടില്ല. UK ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂസ് ഒക്കെ നിങ്ങൾക്കറിയാം, അത് വീഡിയോ കോൺഫറൻസിങ് മോഡായിരിക്കും. ബട്ട് അയർലൻഡിൻ്റെ കേസിൽ ദേ മോസ്റ്റ്ലി ഗോ ഫോർ ഓഡിയോ കോൾസ്. അപ്പം പിന്നെ അത് മാത്രമല്ല, ത്രൂ ഔട്ട് ദ കോൾ നല്ല റെസ്പെക്റ്റ് കൊടുക്കുക ടു ദ പേഴ്സൺ ഓൺ ദ അതർ എൻഡ്. എഗ്രസീവ് ആവരുത്. അവർ നമ്മളുടെ അടുത്ത് നിന്ന് നമ്മളെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കാരണവും അതൊരു വിസ റെഫ്യൂസ് ആവില്ല. നമുക്ക് തന്നെ ആപ്ലിക്കേഷൻ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റെഫ്യൂസ് ആയെന്ന് പറയുന്ന ഫ്രണ്ട്സിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കി നോക്കൂ. എന്നോട് ഈ ഫീൽഡിൽ അല്ലെങ്കിൽ പോലും വിസ വന്നിട്ടുള്ള കുട്ടികളുണ്ട്. അവർ തന്നെ അവരുടെ ഫ്രണ്ട്സ് വെച്ചിട്ടുള്ള പല ഡോക്യുമെൻറ്റ്സ്, ഫണ്ടിൻ്റെ ആവട്ടെ, SOP ആവട്ടെ, കവർ ലെറ്റർ ആവട്ടെ, അവരെൻ്റെ അടുത്ത് പറയാറുണ്ട്, ചേച്ചി ഇത് എങ്ങനെയാണ് റെഫ്യൂസ് ആവാണ്ടിരിക്കുക, കാരണം ഇത്ര വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾ അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ച ഒരാൾക്ക് എന്തുകൊണ്ട് ഇതെടുത്തു എന്ന് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഇട്ടിട്ടല്ലേ എഴുതിയിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കും മേ ബി അവർ കോൾ ചെയ്തിട്ടുണ്ടാവുക. ഐ വാസ് റിയലി സർപ്രൈസ് ടു ഹിയർ ദിസ്. പിള്ളേരുടെ പേരെടുത്ത് പറയണമെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും അതിനെക്കുറിച്ച് കീനായിട്ട് അറിയുന്ന പിള്ളേരുണ്ട്. അബി ഗോട്ട് വിസ ഐ ഗെസ് 1 day before, 1 to 2 days before സംതിങ് കിട്ടിയ ആ കുട്ടിയായിരുന്നു. ആ കുട്ടി തന്നെ, അപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി ടു റൈറ്റ് ഹിം SOP ആൻഡ് ഓൾ. അപ്പോൾ ഞാൻ തന്നെ അവനോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഹാപ്പി ആയില്ലേ എന്ന് ചോദിച്ച സമയത്ത് ഹീ വാസ് ഷെയറിങ് ഫ്യൂ എക്സ്പീരിയൻസസ്. റെഫ്യൂസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ റെഫ്യൂസായി ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ്. അത് മാത്രമല്ല, അവരുടെ SOP വായിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയല്ലേ ചേച്ചി വേണ്ടത്, ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആ രീതിക്ക് ചിന്തിക്കാൻ പൊട്ടൻഷ്യലുള്ള പിള്ളേരുണ്ട്, ഒരു ഡോക്യുമെൻറ്റിന് വാല്യൂ അറിയുന്ന പിള്ളേരുണ്ട്. പിന്നെ എല്ലാവരും റെഫ്യൂസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ പിള്ളേരും എൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സിലും പ്രശ്നമില്ല എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എടുത്ത് നോക്കുക. ആ ഡോക്യുമെൻറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്, SOPയിൽ വെച്ചിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഒക്കെ എനിക്കോ കൺവിൻസിങ് ആണോ? അതായത് ഇപ്പോൾ ഇവിടെ MCOM പഠിച്ചിട്ട് കാലങ്ങളായി അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ പെട്ടെന്ന് ബിസിനസ് അനലിറ്റിക്സ് എടുക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിക്കുക. അതിന് ഞാൻ ഒരു റീസൺ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഇൻട്രസ്റ്റോ പാഷനോ ബിസിനസ്സിനോടുള്ള താല്പര്യം കൊണ്ടാവരുത്. കാരണം ഇത്രയും വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അയാളുടെ വർക്കിൽ നിന്നുള്ളൊരു 4-5 സിറ്റുവേഷൻസ് പ്ലോട്ട് ചെയ്ത് അതിലേക്ക് എത്തിയ പോലെ കാണിക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൺവിൻസിങ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക ഏരിയാസാണ്
ഇതൊക്കെ ഈ ഏരിയാസൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വിസ ക്രാക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. ആൻഡ് ഐ റിപ്പീറ്റഡ്ലി ടെൽ ടു ഓൾ ദ സ്റ്റുഡൻസ് ഗിവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു കവർ ലെറ്ററിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അയർലൻഡിൻ്റെ കേസിൽ. അതല്ലാതെ പിന്നെ വേറെ ആരോ പറയുന്നുണ്ടായിരുന്നു, ഒരു കുട്ടിയുടെ സ്റ്റാൻഡേർഡിൽ SOPയും കവർ ലെറ്ററും ബാക്കി എല്ലാ ഡോക്യുമെൻറ്റ്സും വെക്കുന്നതല്ലേ നല്ല. ഒരിക്കലും അല്ല. എല്ലാ ഡോക്യുമെൻറ്റ്സിനും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് വായിക്കുമ്പോൾ ഒരു ഇമ്പ്രഷൻ വരും. അതിൻ്റെ ഒരു 2 ഇരട്ടി ഇമ്പ്രഷൻ ആയിരിക്കും ഒരു ഇൻ്റർനാഷണൽ സ്പേസിൽ നിന്ന് അത് വാലുവേറ്റ് ചെയ്യണ ഓഫീസേഴ്സിന് ഉണ്ടാവുക. അപ്പം നിങ്ങൾ ബാക്കി എൻ്റെ IELTS ബാൻഡ് 6 ഉള്ളൂ, ഞാൻ ഇത്ര എഴുതിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, നിങ്ങൾ അതേ പെർഫോമൻസ് ഇൻ്റർവ്യൂവിലും കാഴ്ചവെക്കുള്ളൂ. അത് എക്സൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ശ്രമിക്കില്ല. അപ്പോൾ നല്ല ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. SOP ആവട്ടെ, അതുപോലെ തന്നെ കവർ ലെറ്റർ ആവട്ടെ, വർക്ക് എക്സ്പീരിയൻസ് സാമ്പിളുകളാവട്ടെ, എല്ലാം അറ്റ് ദ ബെസ്റ്റ് കൊടുക്കാൻ നോക്കുക. ഇൻ്റർവ്യൂ കോളിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്ന് അങ്ങനെയാണ്. ഞാൻ SOP എഴുതി കൊടുത്ത ഒരു 90% പിള്ളേർക്കും ഇൻ്റർവ്യൂ കോൾ വന്നിട്ടില്ല. കാരണം ആ ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനെയും ഞാൻ SOPയിൽ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലസ്റ്റേർഡ് ആവാതെ ഒരുപാട് സിറ്റുവേഷൻസ് ഇറക്കി ആ കുട്ടിയുടെ ഒരു പേഴ്സണലൈസ്ഡ് കഥ പോലെ പ്രസൻറ്റ് ചെയ്യാനും നോക്കിയിട്ടുണ്ട്. അപ്പോൾ എംബസി കോളിന് ഇനി ആരും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ പറഞ്ഞ കുറച്ച് കാരണങ്ങൾ നിങ്ങളെ മൈൻഡിൽ വെക്കുക. കാരണം എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ആവശ്യമാണ്. വലിയൊരു റവന്യൂ സോഴ്സാണ് മിക്ക കൺട്രികളുടെയും. അതുപോലെ തന്നെ അയർലൻഡിലും അത്യാവശ്യം നല്ല ഫീൽഡുകളിൽ വിസ കിട്ടാൻ പൊട്ടൻഷ്യലുള്ള ഇഷ്ടം പോലെ ഫയലുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും റെഫ്യൂസൽ വാങ്ങി പിന്നീട് UK ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് ലാൻഡപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ പോയി എത്തരുത്. എന്താണോ നമ്മുടെ പ്രയോറിറ്റി, നമുക്കൊരു ചെറിയ കാര്യമാണ് ഈ ഡോക്യുമെൻറ്റ്സ് സെറ്റ് ചെയ്യുക, എല്ലാത്തിൻ്റെയും ക്വാളിറ്റി മനസ്സിലാക്കുക എന്നുള്ളത്. അതൊക്കെ സെറ്റ് ചെയ്തിട്ട് അയർലൻഡ് എംബസി ഇൻ്റർവ്യൂ കോൾ വരികയാണെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് അതിനെ ഫേസ് ചെയ്യാൻ നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാക്കാനും നോക്കുക. ഐ ഹോപ്പ് ഈ വീഡിയോയിൽ ഒരുവിധം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈദർ കണക്ട് മീ ത്രൂ വാട്സപ്പ്. കോളിൽ എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഐ വിൽ ബി ഓൺ വർക്ക്സ്, SOPയുടെയും റെസ്യൂമേയുടെയും ഫ്ലൈറ്റ് ബുക്കിങ്സിൻ്റെ ആക്ടിവിറ്റീസിലായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി നോക്കുക. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ID അവൈലബിൾ ആണ്. അതിലും കൂടെ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം, നിങ്ങളുടെ കൺസേൺ മെയിൽ ചെയ്യാം. മാക്സിമം 24 hours ഉള്ളിൽ റിപ്ലൈ ഉണ്ടാകും. ആൻഡ് ഐ ഹോപ്പ് എവ്രി വൺ ഈസ് ലിസണിങ് ടു ദിസ് വീഡിയോ ഫ്രം ദ ബിഗിനിങ് ടിൽ ദിസ് എൻഡ്. ഇനി നെക്സ്റ്റ് ഒരു സെഷനിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആവും എന്നുള്ളതിൻ്റെ ഒരു ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു സെഷനും കൂടെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. താങ്ക്